അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദൃശ്യവും അഭൗതികവും അതുപോലെ തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം എന്നൊക്കെയാണ് നമ്മളിതിന് മലയാളത്തിൽ അർത്ഥം പറയാം. എന്ന് പറഞ്ഞാൽ നമുക്കിടയിൽ ഇന്ന് തർക്കത്തിലിരിക്കുന്ന ഒരു വിഷയമാണ് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനുള്ള സഹായാർത്ഥനയിൽ ശിർക്കാകാത്തതുണ്ട് എന്ന് പറഞ്ഞ വിസ്തംകാരുടെ പുതിയ ആദർശം. ലോകത്ത് ഇന്ന് വരെ ഒരു മുസ്ലിം സംഘടനയും പറഞ്ഞിട്ടില്ലാത്ത ഇവർ മാത്രമായി മെനഞ്ഞുണ്ടാക്കിയ ഒരു പുതിയ ആദർശമാണത്. ഇസ്ലാമിക ചരിത്രത്തിൽ വേറെ എവിടെയും ഈ ഒരു ആദർശം കാണൂല. മനുഷ്യനെ സംബന്ധിച്ച് ഗായിബായ, മനുഷ്യൻ്റെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള, അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ഒരു ജിന്ന്, ആ ജിന്നിനോട് ഒരു മനുഷ്യൻ സഹായാർത്ഥന നടത്തിയാൽ അത് ഷിർക്കാകാത്തതാണ് എന്ന് ലോകത്ത് ഇതുവരെ വിസ്തംകാരല്ലാതെ ആരും പറഞ്ഞിട്ടില്ല. ശരി, ഈ അദൃശ്യവും അഭൗതികവും എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അള്ളാഹു മാത്രമാണ് എന്നാണ് ഇവർ പറയുന്നത്. അല്ല, അദൃശ്യവും അഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം, മനുഷ്യൻ്റെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം, അതുപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവും എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു മാത്രമല്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് എന്താ പറയണമെന്ന് അറിയാം? അല്ലാമുൽ ഗുയൂബ് എന്നാണ്. എന്താ എനിക്ക് ഈ മനുഷ്യൻ്റെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം അദൃശ്യ അഭൗതികം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അത് ഗൈബ് എന്നാണ് പറയുന്നത്. ഗൈബിയായ കാര്യങ്ങൾ, മനുഷ്യൻ അറിയാൻ കഴിയാത്ത, അവൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ, അല്ലേ? അത് രണ്ട് തരമുണ്ട്. അള്ളാഹു ഖുർആനിലൂടെ കൃത്യമായി നമ്മൾ പഠിപ്പിക്കുന്നത് രണ്ട് തരമുണ്ട്. ഒന്ന്, അള്ളാഹ്ക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ. അതെന്താ? ഒരു മനുഷ്യൻ എവിടെ മരിക്കും, നാളെ എന്ത് സംഭവിക്കും, ഖിയാമത്ത് നാൾ എന്നാണ് ഉണ്ടാവുക, ഇത്തരം കാര്യങ്ങളുണ്ട്. അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, വേറൊരാൾക്കും അറിയില്ല. എന്നാൽ മറ്റു ചില കാര്യങ്ങളുണ്ട്, അത് ആപേക്ഷികമാണ്. അതും എന്തുതന്നെയാണ്? അദൃശ്യവും അഭൗതികവുമായ കാര്യങ്ങൾ, മനുഷ്യൻ്റെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ എന്നാണ് അതിനെപ്പറ്റിയും പറയാം. അതിൽപ്പെട്ടതാണ് ജിന്നും മലക്കും സ്വർഗവും, ഇത്തരം കാര്യങ്ങൾ. നമ്മുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത, അള്ളാഹു നിന്നുള്ള വഹി കൊണ്ട് മാത്രം നമുക്കറിയാൻ കഴിയുന്ന കാര്യങ്ങൾ, അതും ഗൈബാണ്. അതിനെ സംബന്ധിച്ചും അള്ളാഹു ഗൈബ് എന്നാണ് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു മാത്രമാണ് ഗൈബ്, അള്ളാഹു മാത്രമാണ് അദൃശ്യവും അഭൗതികവും, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം അള്ളാഹു മാത്രമാണ് എങ്കിൽ അള്ളാഹുവിനെ പറ്റി ഒരു പേര് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. എന്താണെന്നറിയോ? അള്ളാഹുവിനെ പറ്റി പറഞ്ഞത് ആലിമുൽ ഗൈബ് എന്നാണ്. ഗൈബ് അറിയുന്നവൻ, ഗൈബ് അറിയുന്നവൻ അള്ളാഹു മാത്രമാണെന്ന്. അവിടെ നിർത്തില്ല. അള്ളാഹു പറയുന്നത് അല്ലാമുൽ ഗുയൂബ് എന്നുകൂടെ പറയുന്നുണ്ട്. സൂറത്ത് മായിദ, അതുപോലെ സൂറത്ത് തൗബ, സൂറത്ത് സബ, ഈ സൂറത്തുകളിലെ ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞ അല്ലാമുൽ ഗുയൂബ് എന്നാണ്. ഗൈബുകൾ അറിയുന്നവനാണ്. ഗൈബുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അദൃശ്യങ്ങൾ, അഭൗതിക കാര്യങ്ങൾ, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങൾ, ഒക്കെ മനുഷ്യൻ്റെ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ള കാര്യങ്ങൾ. അതുപോലെ ഓരോ സൃഷ്ടികൾക്കും അവരുടെ കാര്യകാരണ ബന്ധങ്ങൾ ഉണ്ടാവും, അതിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങൾ, അതൊക്കെ അറിയാം അള്ളാഹുവിനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. നമുക്ക് അഭൗതികമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ആ കാര്യങ്ങളിൽപ്പെട്ടതാണ് ജിന്ന്. ആ ജിന്നിനോടുള്ള ഇസ്തിആനത്തിൽ, ഷിർക്കാകാത്തൊരു ഇസ്തിആനത്തില്ല, മുഴുവൻ ഷിർക്ക എന്ന് പറയുമ്പോൾ അള്ളാഹു മാത്രമാണ് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമാണ് നിങ്ങൾ പറയുമോ? ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമാണെന്നല്ലേ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത, പറയാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ. ഇതൊന്നുമല്ല പ്രശ്നം. ഗൈബ് അള്ളാഹു മാത്രമല്ല എന്നുള്ളത് ഖുർആനും ഇസ്ലാമും പറയുന്നുണ്ട്. അത് ഗൈബിയായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യമല്ല, അള്ളാഹ് മാത്രമല്ല, കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മുഴുവനും അള്ളാഹിനെ പോലെയാണോ? അല്ല. അത് ഓരോ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗൈബായ കാര്യങ്ങളുണ്ടാവും. ഇവിടെ വിഷയം എന്താ? മനുഷ്യനെ സംബന്ധിച്ച് ഗൈബാണോ ജിന്ന്? അല്ല. ആലമു ഷഹാദയിലാണോ? അല്ല, ഗൈബിയായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അത്തരം ഒരു ജിന്നിനോടുള്ള ഇസ്തിആനത്ത്, സഹായാർത്ഥന, ഒരു പ്രദേശത്ത് പ്രയാസപ്പെടുമ്പോൾ, കുടുങ്ങുമ്പോൾ, ബുദ്ധിമുട്ടുമ്പോൾ ജിന്നെ എന്നെ സഹായിക്കണേ എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. പറ്റൂല, അത് പച്ച ഷിർക്കാണെന്നാണ് ഇവർ പറയണത്. അങ്ങനെ പറഞ്ഞാൽ ഷിർക്കാകാത്തൊരു സഹായാർത്ഥന ഉണ്ട് എന്നാണ്. അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത്, ഏതാണ് കൂട്ടരെ ആ ഷിർക്കാകാത്ത സഹായാർത്ഥന? ഒന്ന്. ഇനി അങ്ങനെ ഷിർക്കാകാത്ത സഹായാർത്ഥന ഉണ്ട് എന്നല്ല നിങ്ങൾ പറയണത് എങ്കിൽ എന്താണ് അതിന് നിങ്ങളുടെ പ്രമാണം? രണ്ട്. ഈ രണ്ട് ചോദ്യം വളരെ ഗൗരവത്തിൽ ചോദിക്കാം. മൂന്നാമത് ഒന്നുകൂടെ നമ്മൾ ചോദിച്ചു, അതെന്താ? ഈ ഷിർക്കാകാത്ത സഹായാർത്ഥന ഉണ്ട് എന്നുള്ളതിനാണല്ലോ നിങ്ങൾ സൂറത്ത് അൻആം 128 ആയത്ത് തെളിവായി ഓതിയത്. ആരാണ് ആ ആയത്ത് ഈ വിഷയത്തിൽ തെളിവായി ഉദ്ധരിച്ചത്?
മുങ്ങി തപ്പിയിട്ട് കിട്ടിയിട്ടില്ല, ഇനിയൊക്കെ കിട്ടൂല, ഇത് അയാൾ ദുർവ്യാഖ്യാനിച്ചത് തന്നെയാണ് എന്ന് നമ്മൾ പറയുന്നു. ഇത്രയാണ് വിഷയം. വളരെ ലളിതമാണ്. പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ലളിതമായ വിഷയം. അവനവൻ്റെ സ്വർഗത്തിന് വേണ്ടി അവനവൻ പണിയെടുക്കണമെന്നുകൂടെ നിർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.